ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്ന ഒരിടത്ത് സത്യത്തിൽ എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയാതെ പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ട്. കാരണം പറഞ്ഞു തീരുന്നില്ല, ഇഷ്ടംപോലെ വിഷയങ്ങൾ ഇനിയുമുണ്ട്. എങ്കിലും മേജറായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞു പോവുകയാണ് ഇതുവരെ ഉണ്ടായത്. അവിടെ സാഹചര്യങ്ങൾ എന്നുള്ള ആ ഒരു 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 കാര്യവുമായി ബന്ധപ്പെട്ട് ഓരോ സത്തയിലും ഉണ്ടാകുന്ന മാറ്റം അതിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് മറ്റൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. Epigenetics allows us to find change within by altering the environment. പരിസരത്തിന്റെ ഉൽപ്പന്നമാണ് നാം. അവിടെയാണ് നാം ധർമ്മങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ സ്വന്തം ശാന്തിയെ പരിസരത്ത് നിന്നുകൊണ്ട് നിലനിർത്താനായില്ലെങ്കിൽ ശുഭമായ മറ്റൊരു പരിസരത്തേക്ക് മാറുക എന്നതാണ് പ്രകൃതി നൽകുന്ന സൂചന. അവിടെ ഒരു പരിവർത്തിത ധർമ്മത്തെ കാണിച്ചു തരുവാനുള്ള അധിജനിതകവും പ്രകൃതി നമ്മിൽ കരുതി വച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വിഷയം. അധിജനിതകം അഥവാ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെ തൊട്ടുപോകുന്ന ഒരു കാര്യമാണിത്. വ്യവസ്ഥാ നിയമപ്രകാരം ഒരു പരിസരം എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഒരു പരിസ്ഥിതി എന്നുള്ളതിനേക്കാളും പരിസരം, ആ ചുറ്റുപാട് ഉള്ള മൊത്തം അവസ്ഥ. ആ പരിസരം ഭൗതികമായിട്ടാണ് നമ്മൾ ആ പരിസരം എന്ന് പറയുന്നതെങ്കിൽ ആ പരിസരത്തിന് അവിടുത്തെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അവിടെ ഓരോന്നിനെയും ഉരുവാക്കുന്നത്. നമ്മുടെ ധാരണ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഓരോന്നും മറ്റൊന്നിന്റെയും ഉപോൽപ്പന്നമാണ് എന്നുള്ളതാണ്. അവിടെ നടന്ന എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ഉപോൽപ്പന്നമാണ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉറപ്പായിട്ടും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ ഫലങ്ങൾ കാണാറുണ്ട്, അവിടെ അതിനനുസരിച്ചുള്ള പ്രൊഡ്യൂസേഴ്സ് കാണാറുണ്ട്. പക്ഷേ ഒരു സത്ത ഒരിടത്തുണ്ടാകണമെങ്കിൽ ആ പരിസരത്തിന് അവിടെ അതിനെ കൊണ്ട് എന്തോ നിർവഹിക്കാനുണ്ട്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പരിസരത്തിന്റെ ഉൽപ്പന്നമാണ് നാം എന്നുള്ളത്. നാം ഏത് പരിസരത്താണോ ജനിച്ചു വീണത്, നാം എവിടെയാണോ വളർന്നു വന്നത്, അതിന്റെ ഉൽപ്പന്നമാണ് നാം. സാധാരണ രീതിയിലുള്ള ജീവികളെല്ലാം തന്നെ ജനിച്ചു വീണ പരിസരത്തും അല്ലെങ്കിൽ അവിടെ നിന്നും അതിന് അനുവദനീയമായ ഒരു ദൂരത്തേക്ക് മാറിയാണ് ജീവിക്കുക. അതിനുമപ്പുറത്തേക്ക് അത് പോകില്ല. അതിനർത്ഥം ആ ജീവി ജനിച്ച് വീണ് വളർന്ന ഒരിടത്ത് ഒരു ധർമ്മം നിർവഹിക്കാനാണ് ആ ജീവി ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അപ്പോ അത് പരിസരത്തിന്റെ ഉൽപ്പന്നമാണ്. പരിസരത്തിന്റെ ഉൽപ്പന്നം വെച്ചാൽ പരിസരത്തെ ഘടകങ്ങൾ ചേർന്ന് പരിസരത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് പരിസരത്തിന്റെ ബോധവുമായി ചേർന്ന് പരിസരത്തിന്റെ സ്വത്വവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഒരു ജീവി അല്ലെങ്കിൽ ഒരു വസ്തു. അപ്പോ അവിടെ തന്നെയാണ് സ്വാഭാവികമായിട്ടും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. എന്നാൽ ഒരു ജീവി അല്ലെങ്കിൽ നമ്മുടെ ശാന്തി എന്നൊരു കാര്യമുണ്ടല്ലോ, ആ ശാന്തിയെ ആ പരിസരത്ത് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്ന് കരുതുക. എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക? നമ്മൾ ധർമ്മനിർവഹണത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോ സമയത്തും പൂർത്തീകരിക്കേണ്ടുന്ന, സാക്ഷാത്കരിക്കേണ്ടുന്ന കാര്യങ്ങൾ, സാഫല്യം അണിയിക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്ക് കൈവരുന്നതാണ് ശാന്തി. സാഫല്യം എന്നുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകുന്നത്, നമ്മളൊരു കാര്യത്തെ ചെയ്ത് സഫലമാക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് സംതൃപ്തിയാണ്. അങ്ങനെ നമുക്ക് സംതൃപ്തി അവിടെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നാം ഓരോ സമയത്തും ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാക്കി കൊണ്ടുപോകുന്നത്. എന്നാൽ സ്വന്തം ശാന്തിയെ ആ പരിസരത്ത് നിന്നും കണ്ടെത്താനായില്ലെങ്കിലോ, നമുക്ക് നമ്മുടെ ശാന്തിയെ നിലനിർത്താനായില്ലെങ്കിലോ, നാം വളർന്ന ഒരിടത്ത് നിരന്തരമായി പ്രക്ഷുബ്ധതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലോ, അത് പ്രകൃതി നമുക്ക് തരുന്ന ഒരു സൂചനയാണ്.
നമുക്കറിയാം, ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവവും ഉപരിവ്യവസ്ഥ നമ്മൾക്ക് തരുന്ന സന്ദേശങ്ങളാണ്, സംജ്ഞകളാണ്. ഇപ്പോ ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന സംജ്ഞകളിൽ നമ്മളെ നിരന്തരമായി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, വല്ലപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്രതിനില കൊള്ളേണ്ടതുണ്ട്. പക്ഷെ ഈ നിരന്തരമായി നമുക്കൊരു ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കും, നമുക്കവിടെ ശാന്തിയെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നാം അവിടെ നിന്നും ശാന്തമായ ശുഭകരമായ മറ്റൊരു ഇടത്തേക്ക്, മറ്റൊരു പരിസരത്തേക്ക് നമ്മളെ സ്ഥിതി മാറ്റുക എന്നതാണ്. നമ്മൾ അവിടുന്ന് മാറിപ്പോകേണ്ടതുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ ജനിച്ചപ്പോൾ ഇവിടുത്തെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിലുള്ള ഫാക്കൽറ്റികളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഫാക്കൽറ്റി എന്ന് വെച്ചാൽ ആന്തരിക ശേഷികൾ. അതനുസരിച്ചുള്ള വാസനകളായിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോ പരിസരം എന്നുള്ളത് നമ്മളെ ഉരുവാക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം വേണോ അതുകൂടെ തന്നുകൊണ്ട് അവിടെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിൽ നമ്മളെ ഉരുവാക്കുകയും, എന്നാൽ നിരന്തരമായി അശാന്തി തന്നുകൊണ്ട് ഇതല്ല നമ്മുടെ ഇടം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ ഉറപ്പായിട്ട് നമ്മൾ സ്ഥിതിമാറ്റം നടത്തണം, സ്ഥാനമാറ്റം നടത്തണം. നമ്മൾ അവിടെ നിന്നും മാറണം, പുതിയൊരു ശുഭമായ പരിസരം കണ്ടെത്തി മാറണം. ആ ശുഭ പരിസരത്തേക്ക് മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ധർമ്മത്തിൽ മാറ്റം വരും. ആ പരിസരത്തിനനുസരിച്ചുള്ള ഒരു ധർമ്മം നിർവഹിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഇവിടെ നമ്മളോട് ഇവിടം സ്ഥലം മാറൂ എന്ന് പ്രകൃതി ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ സ്ഥലം മാറുന്നു എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ പുതിയ പരിസരത്തിനനുസരിച്ച് ധർമ്മത്തിൽ മാറ്റം വരുത്തേണ്ട ഒരാവശ്യം വരും. അപ്പോൾ നമുക്ക് കൈവരുന്ന ആ പുതിയ ധർമ്മമാണ് പരിവർത്തിത ധർമ്മം. ഈ പരിവർത്തിക്കപ്പെട്ട ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഇവിടെ ധർമ്മത്തെ മനസ്സിലാക്കി നമ്മുടെ വാസനകളും ചോദനകളും ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ പരിസരധർമ്മത്തെ കാണിച്ചു തരുവാൻ പാകത്തിലുള്ള ഒരു അധിജനിതകം നമ്മുടെ അകത്തുണ്ട്. ജനിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആന്തരിക ശേഷികളും അവയിൽ നിലനിർത്തുവാനുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളുമാണ് ജനിതകമെങ്കിൽ, പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, പുതിയ പരിസരത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കൈവരിക്കേണ്ടുന്ന ധർമ്മം എന്ത്, അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ആ പരിവർത്തിത ധർമ്മം എന്ത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന പുതിയ ശേഷികൾ, പുതിയ ചോദനകൾ, പുതിയ വാസനകൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന അധിജനിതകം നമ്മിൽ പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട്. ഈ ജനിതകത്തെയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഓർഡറിലല്ല എപ്പിജനറ്റിക്സ് ഇതിനെ കാണുന്നത് എന്നതേ ഉള്ളൂ വ്യത്യാസം. പരിസരം മാറുന്നതനുസരിച്ച് നമ്മുടെ അകത്തെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കും. നമ്മളെ റീഫോം ചെയ്യാൻ ശരീരത്തിന് കഴിയുമെന്നാണ് എപ്പിജനറ്റിക്സ് അഥവാ അധിജനിതകം പറയുന്നത്. ഈ അധിജനിതകം എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മിൽ എംബെഡ് ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചെല്ലുന്ന പരിസരത്തിനനുസരിച്ച് പുതിയ വാസനകളും പുതിയ ധർമ്മങ്ങളും പുതിയ ചോദനകളും ചെയ്യുവാൻ, അവ കണ്ടെത്താൻ, അവ ഉണർത്തിക്കൊണ്ടുവരുവാനുള്ള സംവിധാനം നമ്മുടെ അകത്ത് പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട്. ഒരു താൽക്കാലിക യാത്രയുടെ സമയത്തോ, ഒരു താൽക്കാലിക പരിവർത്തനത്തിന്റെ സമയത്തോ ഉള്ള കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. നിരന്തരമായ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ആ പരിസരത്തിനനുസരിച്ച് മാറാനുള്ള ഇന്റേണൽ ഫാക്കൽറ്റി, അതിനനുസരിച്ച് ധർമ്മങ്ങളെ റീഓർഗനൈസ് ചെയ്യാനുള്ള ഇന്റേണൽ ഫാക്കൽറ്റി എപ്പിജനറ്റിക്സിന്റെ രൂപത്തിൽ നമ്മുടെ അകത്ത് കരുതി വെച്ചിരിക്കുന്നു. ഇതിനെ നമ്മൾ ആരോഗ്യവുമായിട്ട് പരിഗണിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു ഭൗതിക പരിസരത്തിന് പകരം സംഭവങ്ങളുടെ ഒരു പരിസരത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. കുറെ സംഭവങ്ങൾ, നമ്മള് വീട്ടിലെല്ലാവരും വൈകി എഴുന്നേൽക്കുന്നു, വൈകി ഉറങ്ങുന്നു, വീട്ടിലെല്ലാവരും സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും മറ്റേ വിഷ്വൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്നു. ഇങ്ങനെയുള്ള കുറെ അശുഭകരമായ സാഹചര്യങ്ങൾ വീട്ടിൽ ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ നിന്നുകൊണ്ടും ആരോഗ്യ പരിവർത്തനം ഉണ്ടാകണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. അപ്പോ നമ്മൾ ഈ സാഹചര്യങ്ങളെ മാറ്റാനായിട്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ മാറി താമസിക്കുകയോ, നമ്മൾ അവിടെ എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം മാറ്റം വരുത്തുകയോ ചെയ്താൽ, അതിനു മുമ്പ് നമ്മുടെ ശരീരം പ്രവർത്തിച്ചിരുന്ന വാസനകളുടെയും ചോദനകളുടെയും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേണിൽ നിന്ന് മാറി ഒരു പുതിയ പാറ്റേണിലേക്ക് സമ്പൂർണമായ സമൂലമായ പരിവർത്തനം ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയും. നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ, ശരീരത്തിന്റെ ചോദനകൾ, വാസനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിസരത്തെ മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയാൽ മാത്രം മതി. അപ്പോ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മളെ സമ്പൂർണമായിട്ടുള്ള ഒരു പരിവർത്തനത്തിനുള്ള ഒരു
മാർഗമൊരുക്കി തരുന്നുണ്ട്, പ്രൊവൈഡഡ് നമ്മളെ സാഹചര്യങ്ങളെ അനുകൂലമായ രീതിയിൽ ശുഭകരമായ രീതിയിലുള്ള പരിവർത്തനം ചെയ്യാനുള്ള അറിവും ശ്രമവും പ്രവർത്തനവും ഉണ്ടാവണം. എങ്കിൽ ഇത് സാധ്യമാകും. ആരോഗ്യകാര്യത്തിൽ നമ്മളെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ ശരീരത്തിലെ റെസ്പോൺസിൽ തന്നെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇവിടെ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ നിങ്ങൾ പാലിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ പരിസരത്തേക്കാണ് മാറുന്നത്, പുതിയൊരു ചിന്താ പരിസരത്തേക്കാണ് മാറുന്നത്. അവിടെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ മനോനിലയെ, പ്രവർത്തന നിലയെ, ആ കർമ്മ പരിസരത്തെ മാറ്റിക്കഴിഞ്ഞാൽ, കർമ്മ പരിസരം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളെ മാറ്റുന്നില്ല, വീടിന് മാറ്റുന്നില്ല, മറ്റു കാര്യങ്ങൾ മാറ്റുന്നില്ല, പക്ഷെ നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാടിനെ മാറ്റി, നിങ്ങളുടെ പ്രവർത്തന രീതിയെ മാറ്റി കഴിയുമ്പോൾ അതിനനുസരിച്ച് ശരീര പ്രവർത്തനത്തിൽ തന്നെ സാരമായ വ്യതിയാനം ഉണ്ടാകും. കാരണം അതിജനിതകം നിങ്ങൾക്ക് അതിനുള്ള ശേഷി തന്നിട്ടുണ്ട്. ഈ പരിശീലനത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് മാറ്റം ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയൊരു ചക്രവാളത്തിൽ എത്തിച്ചേരുന്നതാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.